ബഡ്സ് ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുക. ബഡ്സ് ഒരുപാട് നനയുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് വേറൊരു ബഡ്സ് എടുക്കാം. അങ്ങനെ ഒരു 2-3 ബഡ്സൊക്കെ ഇത് ഒരുപാട് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ട് വരും. എന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അത് ഒരുപാട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ദിവസം ക്ലീൻ ആക്കാണ്ട്, ഒരാഴ്ചയോളം ക്ലീൻ ആക്കാണ്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയൊക്കെ ക്ലീൻ ആക്കാണ്ടിരുന്നാൽ എന്തായാലും ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഡെയിലി നമ്മൾ ഓരോ പ്രാവശ്യം വൃത്തിയാക്കി കൊണ്ടുപോകുക. അതായത് ഡെയിലി തന്നെ മിക്സി ക്ലീൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും മിക്സി പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ആവില്ല. ഇനി ഞാൻ ആ ഒരു ബഡ്സിൽ തന്നെ വേറൊരു ടിഷ്യൂ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. കാരണം വെള്ളം ഒരുപാട് ആയി കഴിഞ്ഞാലൊക്കെ ആ